13-ാം രാത്രി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഇതിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് 3 പേരാണ്. ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന 3 പേരാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. നമസ്കാരം. നമസ്കാരം. എന്താണ് എല്ലാവരും ഭയങ്കര ടയേർഡായിട്ടാണ് ഇരിക്കുന്നത്? കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത്. രാത്രിയിൽ തന്നെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. അതെ അതെ. സഞ്ജയേട്ടാ, ആദ്യം കൺഗ്രാറ്റുലേഷൻ. എന്തുകൊണ്ടാ ദസ്രയുടെ സിനിമയിൽ മികച്ച വില്ലനുള്ള അവാർഡ് കിട്ടിയിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമാണ്. മലയാളത്തിലല്ല, മറ്റു ലാംഗ്വേജിൽ പോയിട്ട് അവാർഡ് കിട്ടുന്നത് നമുക്ക് കിട്ടുന്ന പോലെ തന്നെയാണ്. അതിന്റെ ഒരു സന്തോഷം എങ്ങനെയുണ്ട്? സന്തോഷമുണ്ട്. അതിലും പുതിയൊരു പടം റിലീസായിട്ടുണ്ട് തെലുങ്കിൽ. ഏതാണെന്നറിയോ? ഇല്ല. ദേവറ. കണ്ടിരുന്നാ? കണ്ടില്ല. ഏതാ ലാസ്റ്റ് ഉണ്ട് പടം? ഷൈൻ ചേട്ടൻ എന്നെ ക്ലാസ്മേറ്റ്സാ. അപ്പൊ ഈ അവാർഡ് കിട്ടിയപ്പോ ലാസ്റ്റ് ഇറങ്ങിയ താനാരോ കണ്ടാ? വെറുതെ ഫ്രീ ടിക്കറ്റ് വിഷ്ണു ഉണ്ടിട്ടല്ലേ? എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരും അഭിനയിച്ച ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമയാണ് താനാരോ. അതിനുശേഷം റിലീസ് ആവുന്ന സിനിമ 1 ഇയർ മുൻപേ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. ഈ ഒരു സിനിമ താനാരോ കണ്ടു. എവിടുന്ന്? തിയേറ്റർ. ഇന്റർവെൽ പോയിന്റ് എന്ന് പറഞ്ഞു. അത് പറയാൻ പുറത്താണ്. അപ്പൊ നമുക്ക് ഈ സിനിമയുടെ കാര്യം പറയാം. ഷൈജേട്ട ഇറക്കറില്ലേ? ഓക്കെ. അപ്പൊ ഈ സിനിമ മാളവികയിൽ എപ്പോഴാ വരണ? മാളവികയില്ല. ഓക്കെ. അപ്പൊ ഈ സിനിമ ഒരു 1 ഇയർ മുമ്പ് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റിലീസ് തുടങ്ങാൻ നിങ്ങൾ ഒരുപാട് കാത്തിരുന്ന ഒരു സിനിമയാണ്. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഷൈൻ ചേട്ടന്റെ വലിയൊരു പെർഫോമൻസ് അതിൽ ഉണ്ടാവുന്നതാണ്. അത് ഇവിടെ നമ്മുടെ PR പറഞ്ഞായിരുന്നു പുറത്തുനിന്ന്. നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും ഈ സിനിമ. യഥാർത്ഥ PR കേട്ടോ. നടന്നു പറയുമല്ല, പടത്തിന്റെ എല്ലാ സസ്പെൻസും ടിസ്റ്റുകളൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഈ സിനിമ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയതെന്താ വിഷ്ണു ചേട്ടാ? അല്ല, ഇതിലെ കഥ പറച്ചിലിന്റെ രീതിക്ക് ഒരു ഭയങ്കര രസമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇതിലെ കഥ പറഞ്ഞു പോകുന്നത്. ഇപ്പൊ എന്റെ കഥയിൽ ഞാനും ഇയാളൊക്കെ ഉണ്ട്. അത് വേറൊരു ട്രാക്കാണ്. റോഡല്ലേ? ഷൈൻ ചേട്ടന്റെ ട്രാക്ക് സെപ്പറേറ്റ് വേറൊരു ഇതാണ്. ഒരു ന്യൂ ഇയറിനെ ആ രാത്രി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അതെ. അപ്പൊ അങ്ങനെ പല പല കഥാപാത്രങ്ങളുടെ ഒറ്റ രാത്രിയിൽ ഇവരെല്ലാരും കണക്ട് ആവുന്ന സംഭവമാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു പോകുന്നു. മാളവിക എങ്ങനെയാണ് ഈ സിനിമയുടെ? ന്യൂ ഇയർ ഉപയോഗിക്കാറേ ഇല്ല. ഈ ക്യാരക്ടർ വൈസ് ഉപയോഗിക്കാനായിട്ട് വരില്ല. ആ കുട്ടി ജോലിക്കായിട്ട് സ്വന്തം നാട്ടിൽ നിന്ന് ഒരു ബസ് വിളിച്ച് കൊച്ചിയിലേക്ക് വരികയാണ് തലേന്ന് ഓഫ് ന്യൂ ഇയർ. അല്ല, ബസ് പിടിച്ച് വരികയാണ്, ബസ്സിൽ കയറിയിട്ട് വരികയാണ്. അപ്പോ അതില് അന്ന് രാത്രി ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളും അതൊക്കെ ഫേസ് ചെയ്ത്. തനിക്ക് ജീവിതത്തിലെ ഏറ്റവും പേടിയുള്ളത്? എനിക്ക് ഇടിമിന്നൽ ഭയങ്കര പേടി. ആ മാസങ്ങളിൽ താൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പേടിയുള്ള കാര്യം. പേടിച്ചോണ്ടിരിക്കും വൈകുന്നേരം വീട്ടിൽ തുടങ്ങുമ്പോ. അതെ. ഓക്കെ. അപ്പൊ 13 ദിവസങ്ങളായിട്ട് സംഭവിക്കുന്ന ഒരു കഥയാണ് അല്ലേ? 13-ാം രാത്രി എന്ന് പറയുമ്പോ 13-ാം നിങ്ങള് ആരുടെ അടുത്ത് കഥ മനസ്സിലാക്കി? അല്ല, ഇപ്പൊ 13-ാം രാത്രി എന്ന് പറയുമ്പോ 13-ാം രാത്രിയിൽ സംഭവിക്കുന്ന 13-ാം രാത്രിയിൽ നടക്കുന്ന ആ ഒറ്റ രാത്രി മാത്രമേ നമ്മള് സിനിമയിൽ കാണിക്കുന്നുള്ളൂ. അതിന് മുമ്പുള്ള ദിവസങ്ങള് 13-ാം രാത്രി നടക്കുന്ന സംഭവം തന്നെ. 13-ാം രാത്രി എന്ന് പറയുന്നത് ശിവരാത്രിയാണ്. ഓക്കെ. അതൊന്നും ഈ കൊച്ചിനും അറിയാം ഒരു വഴിയില്ല. ഓളുടെ ചുറ്റുപാട് തന്നെ അറിയില്ല അവൾക്ക്. അത് ഇവിടെ അതിനെന്താ പ്രസക്തി എന്ന് വെച്ച് കഴിഞ്ഞാല് ശിവരാത്രിക്ക് എല്ലാരും ഉറക്കമൊഴിച്ചിരിക്കുമല്ലോ. ഉറക്കമിളച്ചിരിക്കുന്ന ഒരു രാത്രി. അന്നത്തെ രാത്രി ഉറക്കം പോകും. അത് പലതരത്തിലാണ്. ഒരാള് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറക്കം കളയാൻ തയ്യാറായിട്ട് വന്ന ആളാണ് ഷൈൻ ചേട്ടൻ. നമ്മള് ജോലിക്ക് വേണ്ടി പോണാണ്, ഇയാള് ജോലി സ്ഥലത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി പോണാണ്. ഇവർക്കൊക്കെ അന്ന് ഉറക്കം പോകും. എന്താ കാര്യം എന്നുള്ള പടം കാണുമ്പോ. തന്റെ ഉറക്കം കളഞ്ഞ രാത്രികൾ എന്തെങ്കിലും കമ്പ്യൂട്ട ദിവസം? ഇല്ല, രാത്രി ഉറക്കൊന്നും പോയിട്ടില്ല. ഒരു ദിവസം ഒന്നും പോയിട്ടില്ല. നന്നായിട്ട് ഞാൻ കിടന്ന് ഉറങ്ങുന്ന ആളാ. ലവ് ബ്രേക്കപ്പ് ആയ ദിവസം? ഇല്ല, ബ്രേക്കപ്പ് ആയിട്ടില്ല. നല്ല ഉറക്കാണ്. ബ്രേക്കപ്പ് ആയിട്ടില്ല ഇതുവരെ? ഇല്ല. പോസ്റ്റർ കണ്ടപ്പോ എല്ലാരും വന്ന് ഫഹദിക്കനെ പോലെയാണ് ഷൈൻ ചേട്ടനെ കാണാൻ. പക്ഷെ എല്ലാരും ഷൈൻ ചേട്ടനെ ഫഹദിക്കനെ പോലെ തോന്നിയേ. കമന്റ്സ് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ട്രെയിലറിന്റെ പോസ്റ്റർ വന്നപ്പോ ആ സിമിലാരിറ്റി തോന്നിട്ടുണ്ടായിരുന്നോ? അതാണോ കമന്റ് വന്നങ്ങനെ? ട്രെയിലറിന്റെ പോസ്റ്റർ വന്നു. ഏതാണോ ട്രെയിലറിന്റെ പോസ്റ്റർ? ഈ പോസ്റ്ററിലല്ല, ട്രെയിലറിന്റെ ഒരു പോസ്റ്റർ. നിങ്ങൾക്ക് ഹൈദരാബാദിൽ ഞാനിപ്പോ ആവേശത്തിനുള്ള ഒരുപാട് കൺഗ്രാജുലേഷൻ ആയി വാങ്ങുന്നു. എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴൊക്കെ ആവേശം നന്നായിരുന്നു കേട്ടോ, ആവേശം നന്നായിരുന്നു കേട്ടോ. അത് പക്ഷെ ആ പോസ്റ്ററിൽ കറക്റ്റ് ബാധിക്കണം പോലെ. അപ്പൊ ഞാൻ അതിനോട് പറഞ്ഞപ്പോ അതെ നിങ്ങൾക്ക് കിട്ടണ്ടൊക്കെ എനിക്കത് കിട്ടണ എടുത്തു. കൂളിംഗ് ഗ്ലാസും കൂടി വെച്ച് തൊപ്പിയൊക്കെ ഇട്ട് നടക്കുമ്പോഴേ അവര് പറയുന്നത് വാഗ്ദാനം ജനിച്ചിട്ടാണ് വരുന്നത് അവര്. പിന്നെ ഞങ്ങൾക്ക് ശാരീരികമായിട്ട് ഞങ്ങളുടെ ഷേപ്പും അധികം ഒരേപോലെ സ്ലിം ആയിട്ടുള്ളല്ലേ. നടന്മാരെ സംബന്ധിച്ചിടത്ത് എപ്പോഴും പേര് മാറി വിളിക്കാൻ സാധ്യത കൂടുതൽ എല്ലാവരും പറയാറുണ്ട്. എല്ലാവർക്കും അറിയാം, പക്ഷെ പേര് മാറി ഡിഫറെന്റ് ആയിട്ട് വിളിക്കാറുണ്ട്. നിങ്ങൾ മാറി വിളിച്ച പേരുകളുണ്ടോ, അല്ലെങ്കിൽ വേറെ ആളെ പോലെ ഉണ്ടെന്ന് തോന്നിയത് ഇപ്പൊ പബ്ലിക് ആയിട്ട് ഇറങ്ങിയപ്പോ? അങ്ങനെ എന്നോട് ഒരാള് അച്ഛന്റെ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞു.
വിനീതേട്ടനാണെന്ന് വിചാരിച്ചിട്ട്. അതല്ല വിനീതന്റെ മോനാന്ന് ചോദിച്ചിട്ട് വിനീതൻ മോനാന്ന് വിചാരിച്ചിട്ട്. മാളവികക്ക് അങ്ങനെ ഉണ്ട്. കാരണം മാളവികമാര് കുറെ പേരുള്ളതുകൊണ്ട് പലർക്കും ഈവൻ വർക്കുകൾ എനിക്ക് വരുന്ന ചിലപ്പോ അങ്ങോട്ട് പോവാറുണ്ട്. അവിടുന്ന് മോഹനാന്ന് തെറ്റിദ്ധരിച്ച് വിളിച്ചിട്ടുണ്ട്. മോഹൻ തമിഴില് ക്യാമറമാൻ. ഐ മീൻ ആ മാളവിക എന്നുള്ള ഒരു സിമിലർ പേര് കാരണേ പലർക്കും അങ്ങനെ മാറി ഇതായിട്ടുണ്ട്. ജയറാമിന്റെ മോളോ ആയിട്ടുണ്ടോ? ജയറാമിന്റെ മോളായിട്ടില്ല. അതെ അതെ. എല്ലാവർക്കും മാളവിക എന്നാണ് പേര്. ഇപ്പൊ ഒരുപാട് കഥകൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കഥാപാത്രം നിങ്ങളെ ഏറ്റവും കൂടുതൽ ഈ മാല തന്നെയാണോ എനിക്ക് എപ്പോഴും ചോദിക്കട്ടെ, ഈ സിനിമയുടെ കഥ കേൾക്കുമ്പോൾ ക്യാരക്ടർ കേൾക്കുന്ന സമയത്ത് ഇതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രം ആയിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുന്ന ഒരു കഥയാണോ അല്ലെങ്കിൽ കഥാപാത്രമാണോ ഈ സിനിമയിലേത് നിങ്ങൾ ചെയ്തതിൽ? ഞാനതെ, ഞാൻ ജീവിതത്തിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ചെയ്തിട്ടില്ല. ഈ ചെരുപ്പ് വേറെ ഒച്ച പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഡാഡിയുടെ ചേട്ടൻ പറഞ്ഞപ്പോ പറഞ്ഞതാ. അത് ഞാൻ ഭയങ്കര ഫ്ലേർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. സാധാരണ കളിയാക്കാറുണ്ടെങ്കിൽ ഫ്ലേർട്ട് ചെയ്യാറില്ല. ആർക്കും നല്ലതാണെന്ന്. ഈ ഷൈൻ ചേട്ടന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് ഇപ്പൊ പേഴ്സണലി നമ്മൾ ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇന്റർവ്യൂ കണ്ടിട്ട് പുറത്തുള്ള ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ ഓഡിയൻസ്, അപ്പൊ അവര് പേഴ്സണലി മെസ്സേജ് ചോദിക്കുമ്പോൾ ഷൈൻ ചേട്ടൻ ഇങ്ങനെ തന്നെയാണോ? അതാണ് അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം. ഇങ്ങനെ തന്നെയാണോ? നമ്മുടെ റിയൽ ലൈഫിലെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഷൈൻ ചേട്ടൻ ഇങ്ങനെ തന്നെയാണോ പറയല്ല, ഭയങ്കര പാവാണ്, ഇന്റർവ്യൂവിൽ കാണുന്ന പോലെ അല്ല എന്നാണ് ഞാൻ പറയാറ്. അതിന് മുമ്പിൽ വേറൊരു ഫേസ് ആണെന്ന് പറയും. നിങ്ങളുടെ കൂടെ ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഷൈൻ ചേട്ടൻ തന്നെയാണോ? അല്ല, ഞാൻ എന്റെ സ്വഭാവം ശരിക്കും ഇവരുടെ മുന്നിൽ കാണിച്ചിട്ടില്ല. അത് ഇവരൊക്കെ പാവാൻ വിചാരിച്ചിരിക്കുക. ഞാൻ ഇങ്ങനെ തന്നെയാണോ ഷൈൻ ചേട്ടൻ? ഇത് വെറുതെ പുള്ളി ശരിക്കും വേറൊരാളാണ്. ഭയങ്കര കാമായിട്ട് സംസാരിക്കുന്ന. അതെന്താന്ന് ഞാൻ പുറത്തു വിടില്ല. ഈ ഷൈൻ ചേട്ടൻ അല്ലാണ്ട് നമുക്കിപ്പോ ഒരു ടൈം ഭയങ്കര കൂളായിട്ടുള്ള ഷൈൻ ചേട്ടനായിരുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഷൈൻ ചേട്ടനായിരുന്നു, ഇപ്പൊ ഭയങ്കര കൂളായിട്ടുള്ള ഷൈൻ ചേട്ടൻ. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ വേറൊരു ഷൈൻ ചേട്ടൻ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഷൈൻ ചേട്ടന് കാണണോ? ഈ ഉള്ളത് മതിയില്ലേ? അല്ലെ, പണ്ടത്തെ ആ കൂൾ ഷൈൻ ചേട്ടൻ അറിയില്ല ഇങ്ങനെ ഒരു ഷൈൻ ചേട്ടൻ വരുമെന്നുള്ള കാര്യം. എന്ന് പറഞ്ഞ പോലെ ഈ ഷൈൻ ചേട്ടൻ അറിയില്ല ഇനി മറ്റൊരു ഷൈൻ ചേട്ടൻ. ഇപ്പൊ തന്നെ തന്റെ ഇന്റർവ്യൂ ലാസ്റ്റ് ആക്കിയത് എന്തിനാന്ന് അറിയില്ലേ? എന്തിനാ ഷൈൻ ചേട്ടൻ ഞാൻ പോവാതിരിക്കാൻ. ആണോ? ഇവരെ വിചാരം താനുള്ളത് കൊണ്ട് ഞാൻ പോവില്ല എന്നാ. ആരുണ്ടെങ്കിലും ഞാൻ ഇവിടുന്ന് ഓടിപ്പോന്ന് അറിയില്ല എനിക്ക്. അത് ഇവർക്ക് അറിയില്ല. അന്ന് ഓടിപ്പോയത് ഞാൻ വിഷു ചേട്ടന്റെ ഒരു കരിയർ. വിഷു ചേട്ടനാ? വിഷു അല്ല, ഓണം ചേട്ടൻ. ഇവിടെ കേട്ടില്ല, അതാണ്. ഓക്കെ, വിഷ്ണു ചേട്ടന്റെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഒരാളാ. അപ്പൊ ചേട്ടന്റെ ഈ അപ്പൊ എന്നെ ഫോളോ ചെയ്യുന്നില്ലേ? ആ, ഷൈൻ ചേട്ടൻ ഫോളോ ചെയ്യുന്നുണ്ട്. എന്റെ പേരെന്താ ഇൻസ്റ്റയില്? ഷിജിന ജോസ് പ്രകാശ് ഫോളോ ചെയ്യുന്നുണ്ട്. ഷിജിനാന്നാ? ചേട്ടന്റെ ഈ പ്രൊഫൈൽ, ഐ മീൻ എപ്പോഴും പ്രൊഫൈൽ പിക്ക് വൈഫിന്റെ കൂടെയുള്ള ഫോട്ടോയാ. അത് മാറ്റണോ? അല്ല, പറയട്ടെ. അപ്പൊ എപ്പോഴും ഭയങ്കര ഒരു ഫാമിലി മാനാന്ന് തോന്നിയിട്ടുണ്ട്. കാരണം കല്യാണം കഴിഞ്ഞതാണ് അവസ്ഥ. ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ശേഷം എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും. പൊതുവെ ഫാമിലി ആയിട്ട് എപ്പോഴും കൂടി ഇരിക്കണം, അതിനൊരു ടൈം കണ്ടെത്തുന്ന ഒരു പേഴ്സൺ ആണോ? എനിക്ക് ഫാമിലിയുടെ കൂടെ തന്നെയാണ് ഷൂട്ട്. അല്ലെങ്കിൽ എപ്പോഴും ഇപ്പൊ എന്റെ വൈഫ് ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. അപ്പോഴും അപ്പൊ ഞാൻ ഫുൾ ടൈം കൊച്ചിനെ നോക്കലാണ് ഇപ്പൊ.